നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിൽ ക്രമസമാധാനം തകർന്നെന്ന് സുപ്രീം കോടതിയുടെയും വിമർശനം. ഡോക്ടർമാർക്ക് രാജ്യവ്യാപകമായി സുരക്ഷ ഉറപ്പാക്കാൻ 10 അംഗ പ്രത്യേക ദൗത്യ സംഘത്തിന് സുപ്രീം കോടതി രൂപം നൽകി. നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങൾ ഇവിടെയുണ്ടെന്നാണ് ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകിയത്. ആർജികർ സർക്കാർ ആശുപത്രിയിലെ PG മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കൂട്ടബലാത്സംഗ കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ അസ്വാഭാവിക കാലതാമസമുണ്ടായെന്ന് നിരീക്ഷിച്ച കോടതി പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിക്കുന്നതിനെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന തകർച്ചയെ സുപ്രീം കോടതി നഖശിഖാന്തം വിമർശിച്ച സാഹചര്യത്തിൽ മമതാ മാഫിയ ഭരണത്തിന് അറുതിയുണ്ടാവുമോ? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ MK ഹരിദാസ്, മുൻ മാധ്യമപ്രവർത്തകൻ ശ്രീ KSR മേനോൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ മേനോൻ, മാഫിയകൾ അഴിഞ്ഞാടുന്ന ഒരു സംസ്ഥാനത്ത് പൗരന്മാരുടെ ജീവനും സ്വത്തിനും പരിരക്ഷയുണ്ടാവുന്നില്ലെന്ന് വ്യക്തമായിരിക്കുന്നു. രാജ്യത്തെ പരമോന്നത നീതിപീഠം തന്നെ നിയമവാഴ്ച തകർന്നെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തടിതപ്പാൻ ഇനിയും മമതയ്ക്ക് ആവുമോ? ശ്രീ KSR മേനോൻ. പശ്ചിമബംഗാളിൽ നടക്കുന്ന ഇപ്പോഴത്തെ വിഷയത്തിൽ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. ഇപ്പോൾ മാത്രം തുടങ്ങിയതല്ല. നേരത്തെ സന്ദേശ് ഖലിയിൽ അവിടെ ഈ SC/ST ആൾക്കാർ സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ അവർ കാര്യമായിട്ട് ഒരു ആക്ഷൻ എടുക്കാതെ ഒരു അടിമ വ്യവസ്ഥയെ പോലെ അവിടെ സ്ത്രീകൾ പിടിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ശേഷവും ആ സമയത്ത് വലിയ ചർച്ചകളും വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കിപ്പോഴും അറിയാൻ വയ്യ. അതിൻ്റെ തുടർച്ചയായിട്ടുണ്ട് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നൊരു തോന്നൽ അവർക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ അവർ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ 2 ദിവസമായിട്ട് കൽക്കട്ട ഹൈക്കോടതിയിലും ഇന്ന് സുപ്രീം കോടതിയിലും നടന്ന ചർച്ചകൾ കണ്ടാൽ തന്നെ അറിയാം. കോടതി അവരെ നിശിതമായി 2 ഇടത്തും വിമർശിച്ചു. അതൊന്നും കേട്ടിട്ട് അവർക്ക് യാതൊരു കുലുക്കവുമില്ല. ഇന്ന് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? സമാധാനപരമായിട്ട് അവിടെ ജാഥ നടത്താൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് നടത്താൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തതെന്താണ്? ഇന്ന് തന്നെ അവിടെ സമരം നടത്തിയവരെ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. ഈ രീതിയിൽ ഈ കോടതിക്കോ അല്ലെങ്കിൽ ബാക്കി നിയമവ്യവസ്ഥയ്ക്കോ പുല്ലുവില കൽപ്പിച്ചിട്ട് പോകുന്ന ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതിന് ശക്തമായിട്ടുള്ള നടപടി കേന്ദ്രത്തിൽ നിന്നുണ്ടാവണം. ഇപ്പോൾ അവിടുത്തെ ഗവർണർ ആനന്ദ് ബോസ് അവിടെ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം എന്ത് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാൻ വയ്യ. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്റിന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. കാരണം വെസ്റ്റ് ബംഗാളിന് ഒരു ശാപമോക്ഷം കിട്ടണമെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ MK ഹരിദാസ്, എന്തായാലും ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്തായിരിക്കും അവർ ചർച്ച ചെയ്തത്? നോക്കൂ, സന്ദേശ് ഖലി അതിനുശേഷം മമതാ സർക്കാരിനെ പിരിച്ചുവിടും എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോഴിതാ ഒരു വനിതാ ഡോക്ടറെയാണ് ക്രൂരമായി ബലാത്സംഗം നടത്തി കൊല ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ആ കൊലപാതകത്തെ വളരെ ലാഘവത്തോടെ കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസിനെ ഉപയോഗിച്ച് അതിക്രമം നടത്തുന്നു. ഇങ്ങനെ ഒരു സർക്കാർ അവിടെ തുടരുന്നത് അഭികാമ്യമാണോ? ഒരിക്കലുമല്ല. ധാർമ്മികത എന്നുണ്ടെങ്കിൽ അവർ രാജിവെക്കേണ്ടതാണ്. നമ്മൾ ഇന്ത്യയുടെ നമ്മൾ പറയില്ലേ അഖണ്ഡ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും. ഞാൻ ശ്രീ അനിൽ നമ്പ്യാരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചു കാലം അബ്രോഡിൽ ജോലി ചെയ്ത സമയത്ത് പാകിസ്ഥാനികൾക്ക് പോലും നമ്മളോട് ഇന്ത്യക്കാരോടുള്ളൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ കെട്ടുറപ്പുള്ളൊരു ഭരണഘടനയുടെ പിന്നിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്നും അവരൊക്കെ
സുരക്ഷിതരല്ലാത്തൊരു ഭരണഘടനയുടെ കീഴിലാണ് ജീവിക്കുന്നതെന്ന് എന്നോട് ഒന്ന് രണ്ട് പാകിസ്ഥാനികളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, വിവരവും വിദ്യാഭ്യാസവുമുള്ള പാകിസ്ഥാനികൾ. അപ്പം നമ്മൾ അത്തരത്തിലൊക്കെ നമ്മൾ വളരെ സുരക്ഷിതരാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ കൽക്കത്തയിലെ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തം നമ്മുടെ ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഒരു കറയായിട്ട് അല്ലെങ്കിൽ ഒരു കറുത്ത പാടായിട്ട് നിലനിൽക്കത്തക്ക തോതിലുള്ള ഇത്തരത്തിലുള്ള ഒരു ദുരന്ത സംഭവം ഉണ്ടായിട്ട് ഈ മുഖ്യമന്ത്രി വീണ്ടും അവിടെ അധികാരത്തിൽ തുടരുന്നതിൻ്റെ ഒരു വിധത്തിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ നമുക്ക് ജനാധിപത്യ ബോധം എന്നുള്ള ഒരാൾക്കും സാധിക്കില്ല. പക്ഷെ അവർ ചെയ്തിട്ടുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി നോക്കണം. അവർ ഇരയോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം ഒരു തൊഴിൽ ചെയ്യുന്നവരോട്, ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിലും അവർ ചെയ്യുന്നത് തൊഴിലാണ്, ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യം നിറവേറ്റുന്ന അവരോട് അവർക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ നൽകിയിരിക്കും. ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് പരമോന്നത നീതിപീഠത്തിന് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ എല്ലാ കാലത്തും നോക്കിക്കോളും, നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം കൊണ്ടുചെന്ന് എത്തിയെങ്കിൽ അത് അവർ 36 മണിക്കൂർ ആ പെൺകുട്ടി ജോലി ചെയ്തിട്ടാണ് പാവം അതിനനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ചെന്ന് കിടന്ന് ഉറങ്ങാൻ കിടന്നതെന്നും കൂടി ആലോചിക്കണം അനിൽ നമ്പ്യാരെ. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളത് നമ്മൾ ഓരോ സംഭവം കഴിയുമ്പോഴും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കുമ്പോൾ അടുത്ത സംഭവം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം നിർഭയമാരുടെ എണ്ണം കൂടിക്കൊണ്ട് നമ്മൾക്ക് പരിതപിക്കേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ ഒരു നിമിഷം ഞാൻ വിഷയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. വന്ദനാദാസിന്റെ കൊലപാതകം കഴിഞ്ഞ് എന്താ അവിടെ ഉണ്ടായത്? ഒരുപാട് ഓർഡിനൻസുകൾ ഇറക്കി ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള സംരക്ഷണം. ഈ കുത്താൻ വരുന്നവരോടും ബലാത്സംഗം ചെയ്യാൻ വരുന്നവരോടും ഓർഡിനൻസ് പൊക്കി കാണിക്കാൻ പറ്റുമോ അന്യ? ഇല്ല. അവർക്ക് കൊടുക്കേണ്ടത് സംരക്ഷണമാണ്. അത് സാമൂഹ്യ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതുപോലെ തന്നെ ഈ സർക്കാരിനൊരു പ്രാഥമികമായ ചുമതലയുണ്ട്. ആ ആശുപത്രിയിലെ, ആ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്നും ഞാൻ കേൾക്കുന്നത് എന്താണ്, ഞാൻ അറിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടില്ല. അവിടെ സുരക്ഷാ ജീവനക്കാരെ ഒരുക്കാൻ ഇതിപ്പോൾ 24 മണിക്കൂർ വേണമെന്ന് പറയുന്നില്ല. രാത്രിയിൽ സ്ത്രീകൾ, അതായത് വനിതാ ഡോക്ടർമാരും വനിതാ ആരോഗ്യ പ്രവർത്തകരും ഡ്യൂട്ടി ചെയ്യുന്ന ദിവസങ്ങളിൽ അവിടെ ഒരു ആരോഗ്യ സംവിധാനം ഒരുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിഷയം സംഭവിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ദുരന്തം നമ്മൾക്കിപ്പോൾ ഇന്നൊരു ചർച്ച ചെയ്തിട്ട് എനിക്കും ശ്രീ അനിൽ നമ്പ്യാർക്കും ശ്രീ മേനോൻ സാറിനും വേണുവിനൊക്കെ വീട്ടിൽ പോവാം. പക്ഷെ ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ഒരു നെയിം പ്ലേറ്റ് ഡോക്ടർ ഇന്നാപ്പി, അവരുടെ കുട്ടിയുടെ പേര് എനിക്കറിയില്ല, വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു നെയിം പ്ലേറ്റും കൊണ്ടിട്ട് ആ വെള്ള ഓവർകോട്ടിൻ്റെ മുകളിൽ ഇനിയും എത്രയോ കാലം നമുക്കൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആ കൽക്കത്തയിലുള്ള ഒരുപാട് ആരോഗ്യ ദുരന്തം നേരിടുന്നവർക്ക് സേവനം നൽകാൻ വേണ്ടിയിട്ട് ത്യാഗസമ്പന്നമായ ഒരു ജീവിതം നയിച്ചൊരു പെൺകുട്ടിക്ക് വന്നിട്ടുള്ള ഈ ദുരന്തം ഇപ്പം നമ്മൾ ഈ ചർച്ചയോടുകൂടി അവസാനിക്കും. പക്ഷെ ആ കുടുംബത്തിൻ്റെ അവസ്ഥയെ ഓർത്തുകൊണ്ട്, കാരണം അവരെനിക്ക് മകളാണ്, എനിക്ക് സഹോദരിയാണ്, എനിക്ക് അവർ അമ്മയ്ക്ക് തുല്യമാണ് എന്നൊക്കെ നമ്മളൊക്കെ വിലപിക്കുമ്പോഴും നാളെ നമ്മൾ അടുത്ത ചർച്ചയ്ക്കാണ് ഇത്തരം ഒരു കാര്യം പറയുന്നത്. അപ്പം ഈ മമതാ ബാനർജി ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയ ബോധവും അവർക്ക് ജനാധിപത്യ ബോധവും ഉണ്ടെങ്കിൽ അവർ അടിയന്തിരമായിട്ട് അവർ രാജിവെച്ചൊരു മാതൃകയാകണം. കാരണം എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ അർഹതയില്ല എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. കാരണം പരമോന്നത നീതിപീഠം ഇന്ന് പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ, രാജിവെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വാക്കുകളുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചു ശ്രീ ആനന്ദ ബോസ് ഡൽഹി രാഷ്ട്രപതിയെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല പിരിച്ചുവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അത്തരത്തിലൊരു നമ്മൾ പറയില്ലേ, ഒരു 356 ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംഗതി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്നലെയോ ഇന്നോ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും FIR ഇടാൻ ഇത്രയും വൈകിയതിന് പരമോന്നത നീതിപീഠത്തിന്റെ ക്രൂരമായിട്ടുള്ള അത്രയും നമ്മൾ രൂക്ഷമായിട്ടുള്ള വിമർശനം നേരിട്ടൊരു സാഹചര്യത്തിൽ അവർ രാജിവെക്കേണ്ടതാണ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളിത് പാഠമാകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൽക്കത്തയിലുണ്ടായ ഈ സംഭവത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലൊരു നേഴ്സ് ഈ സംഭവം കഴിഞ്ഞ് 3-ാം ദിവസം എത്തിയാണ് അവരും ക്രൂരമായിട്ട് ചളിയിൽ പീഡിപ്പിച്ച് അവരെ ചളിയിൽ പൂഴ്ത്തിയിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരായ വനിതകൾക്ക് അങ്ങേയറ്റം സംരക്ഷണം നൽകേണ്ട ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ ലൈംഗിക അരാജകത്വം വളർന്നു എന്നുള്ളൊരു ബോധം ഓരോ സംസ്ഥാന സർക്കാരിനും വേണം. ഒരു വന്ദനാദാസോ ഒരു നിർഭയയോ ഈ കൽക്കത്തയിൽ ക്രൂര
ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയെ പോലുള്ള ഒരു ഡോക്ടറോ ഇനി നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ 10 അംഗ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ തയ്യാറായിട്ടുള്ളത് അങ്ങേയറ്റം ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമായിട്ട് ഒതുക്കരുത്. ആ കമ്മിറ്റി ഈ ഡോക്ടർമാർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ രാത്രി 12 മണിക്ക് നമുക്ക് നെഞ്ചുവേദനയായിട്ട് ചെന്നാലും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഇവർക്ക് സംരക്ഷിതമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഒരുക്കിക്കൊണ്ട് നമ്മളെ ചികിത്സിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന് കഴിയാതെ പോയി കഴിഞ്ഞാൽ അത് ലോകത്തിനാണ് അതിൻ്റെ അപമാനം. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിനെ മാതൃകയാക്കിക്കൊണ്ടാണ് പല രാജ്യങ്ങളും അവരുടെ ഭരണഘടനയിൽ പലതും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പല പുസ്തകങ്ങളിലും വായിക്കാനിടയായ ഒരു സാഹചര്യത്തിൽ ഈ തീർത്താൽ തീരാത്ത കളങ്കം ഈ ഒരു പ്രശ്നത്തോടു കൂടി, ഈ ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തോടു കൂടി, ഈ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഈ കശ്മലന്മാരെ കൃത്യം 6 മാസത്തിനുള്ളെങ്കിലും ഇവന്മാരെ തൂക്കിലേറ്റിക്കൊണ്ട് ഒരു മാതൃകയാക്കിക്കൊണ്ട് ഇനി ഒരു പ്രശ്നം ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് സേനാപതി വേണു, പശ്ചിമ ബംഗാളിൽ മാഫിയ ഭരണമാണെന്ന് മമത ചെയ്തികളിലൂടെ തന്നെ തെളിയിച്ചിരിക്കുന്നു. മമതയുടെ രാജിക്കായി കോൺഗ്രസ് മുറവിളി കൂട്ടുന്നില്ല. കോൺഗ്രസിന് ഇപ്പോഴും മമതയാണോ? അല്ല, ശ്രീ നമ്പ്യാരെ, ഒട്ടുമില്ല. കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണവുമായിട്ട് വന്നത് ആദരണീയനായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് പലവട്ടം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ അവർ നിൽക്കുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ സാങ്കേതികം മാത്രം. അതൊന്നും അല്ലല്ലോ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത്. ഇവിടെ ശ്രീ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടർ, അതും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ, 31 വയസ്സുള്ള ഡോക്ടർ, അവരുടെ ജീവിതത്തിലെ എന്തെല്ലാം പ്രതീക്ഷകളാണ്. ഇപ്പൊ നിർഭയയുടെ കാര്യത്തിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു എക്സ്ക്യൂസ് എന്താ, ഒരു രാത്രിയിൽ അപരിചിതമായ സ്ഥലത്തൂടെ യാത്ര ചെയ്തപ്പോൾ ആക്രമിക്കപ്പെട്ടു. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ സ്വന്തമായി അവർ തൊഴിൽ ചെയ്യുന്ന അവരുടെ തൊഴിൽ സ്ഥാപനം, അതും 30-36 മണിക്കൂർ നേരം ജോലി ചെയ്തതിന് ശേഷം അവർക്ക് വിശ്രമിക്കാനായി പര്യാപ്തമായ സ്ഥലമില്ലാത്തതുകൊണ്ട് കോൺഫറൻസ് ഹാളിൽ അവർ വിശ്രമിച്ചു എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്ന അപരാധം. അവിടെയാണ് അവർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ പറഞ്ഞേ, അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. അവരുടെ മാതാപിതാക്കളുടെ പ്രസ്താവനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നതാണ്. അവരെ ആദ്യം അറിയിക്കുന്നത് എന്താണ്, കുട്ടിക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. പിന്നീട് അവരോട് അപ്പം എന്താണെന്ന് കാരണമെന്ന് ചോദിച്ചപ്പോ ഫോൺ ചെയ്ത ആൾ പറയുന്നു, ഞാൻ ഡോക്ടറല്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നീട് അവരുടെ വീട്ടിൽ അറിയിക്കുന്നത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഏതോ ഒരു സഞ്ജയ് റായ്, ഇപ്പൊ നമ്മൾ ആ ക്രിമിനലിന്റെ ആളാണ് ക്രിമിനൽ. അപ്പൊ പ്രിൻസിപ്പാളാണ് പറഞ്ഞത് ഇത് ആത്മഹത്യയാണെന്ന്. അല്ല, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ആഗസ്റ്റ് 9-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെയാണ് അവരെ കാണുന്നത്. അപ്പോ ഇത്രയും ഭയാനകം കാണാൻ മാതാപിതാക്കളെ അനുവദിക്കുകയും ചെയ്തില്ല. അതെ, 3 മണിക്കൂർ നേരം. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മാതാപിതാക്കളെ ആ സ്വന്തം മകളുടെ ശരീരമെങ്കിലും കാണാൻ അവര് 3 മണിക്കൂർ സമയം അവര് യാചിച്ചിട്ടും അവരെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് മനസ്സാക്ഷിയുള്ള ആളുകളെ അത് വല്ലാതെ ഭയപ്പെടുത്തണമല്ലോ, നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തണം. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്ത് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഭരണകൂടവും അവിടുത്തെ ഗവൺമെന്റും ഇരയ്ക്കൊപ്പം നിൽക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കേസിൽ മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഈ ഒരാൾ സഞ്ജയ് റായ് മാത്രമല്ല, മറ്റാളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. കാരണം അവരുടെ ശരീരത്തുണ്ടായിരിക്കുന്ന വലിയ ക്ഷതവും അവർക്ക് ഏറ്റിരിക്കുന്ന പരിക്കും മറ്റ് തെളിവുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇതിൽ മറ്റാരൊക്കെയോ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ മലയാള സിനിമയിലെ എന്താ പറഞ്ഞ കറുത്ത അധ്യായത്തെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന അതിന്റെ പിറ്റേ ദിവസത്തെ ചർച്ച നമ്മൾ നടത്തുമ്പോൾ ആ ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഹീനമായ കൃത്യങ്ങൾ അതിൽ മറ്റാരെങ്കിലും പങ്കുണ്ടോ? അവിടെയും ഇത്തരത്തിലുള്ള മാഫിയകൾ പ്രവർത്തിക്കുന്നോ? അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അതെല്ലാം സത്യസന്ധമായി ഇപ്പോ ഇന്ന് 20 തീയതി 9-ാം തീയതി നടന്ന് 11 ദിവസമായി ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെന്റ്
ഇപ്പോ എന്താ സുവേന്ദു മിശ്ര എന്ന് പറയുന്ന സുഖേന്ദു ശേഖർ റോയ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അവർക്ക് ആത്മാർത്ഥത ആ കാര്യത്തിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യത്തിൽ അന്വേഷണത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ആര് എന്ന് പുറത്തു കൊണ്ടുവന്ന് ആ കുടുംബത്തിന് നീതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഉത്കണ്ഠാകുലരായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമല്ല ഈ സംഭവം അറിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും, ഒരു നിർദോഷിയായ ഒരു പെൺകുട്ടി, അവരൊക്കെ ഡോക്ടർ ആകാനുള്ള അവരുടെ ഒരു ഇല്ലെങ്കിൽ അവരുടെ പഠനം, അതിനുശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേഷനുള്ള പഠനം, എത്രയോ ഡെഡിക്കേഷൻ അവരുടെ ജീവിതത്തിൽ ആ മാതാപിതാക്കൾ ആ കുട്ടിക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള കഷ്ടപ്പാട്, അതൊക്കെ ഒരു കശ്മലന്റെയോ അല്ലെങ്കിൽ കശ്മലന്മാരുടെയോ കാമസംതൃപ്തിക്ക് വേണ്ടി ഒരു നിമിഷം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ അത് തല്ലിക്കെടുത്തിയിട്ട് അവരൊക്കെ ഇപ്പൊ മിടുക്കന്മാരെ, അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറും പ്രിൻസിപ്പാളും അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരും അതോടൊപ്പം തന്നെ അവരൊക്കെ വിചാരണ ചെയ്യപ്പെടേണ്ടവരുമാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇപ്പോ ആർട്ടിക്കിൾ 356 ഇൻവോക്ക് ചെയ്ത് ഗവൺമെന്റിനെ പിരിച്ചുവിടുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ബംഗാളിൽ നമുക്കറിയാം 35 കൊല്ലക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അരാജകത്വത്തിൽ നിന്ന് മോചനമുണ്ടാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെയാണ് അക്രമങ്ങൾ നടന്നത് എങ്കിൽ ഇന്ന് വേറൊരു രീതിയിൽ ആ സമൂഹത്തിൽ നടക്കുന്ന ഈ രീതിയിലുള്ള കൃത്യങ്ങൾ അത് തീർച്ചയായും നമ്മുടെ മനസാക്ഷിയെ നടുക്കുന്നതാണ്. ഇവിടെ ആ ഡോക്ടറുടെ കുടുംബത്തിന് നീതി കിട്ടണം. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണ്? ആശുപത്രിയുടെ കെട്ടിടം ഇടിച്ചു തകർക്കാനായിട്ട് വന്ന ആളുകൾ ആരാണ്? അവിടെ തെളിവുകൾ നശിപ്പിക്കാൻ വന്ന ആളുകൾ ആരാണ്? ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്ന പോലെ, കുട്ടിയുടെ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ ഈ എന്താ പറഞ്ഞ ഡോക്ടർമാര് അല്ലെങ്കിൽ വനിതകളായിട്ടുള്ള ഡോക്ടർമാരെ അവരെ ഉപദ്രവിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി പുറത്തു വരണം. പുറത്തു വന്ന് അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. അവർ ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ ആത്മാവിനെങ്കിലും നീതി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇന്ന് രാജ്യം മുഴുവൻ അത് അഡ്വക്കേറ്റ് സേനാപതി വേണു ഇത്രയും ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയായി ഒരു വനിതാ ഡോക്ടർ, PG ഡോക്ടർ കൊല്ലപ്പെടുന്നു. എന്നിട്ടും ആ ഹോസ്പിറ്റലിലെ ആ കോളേജിലെ പ്രിൻസിപ്പൾ പറയുകയാണ് ഇത് കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന്. ആ ഒരൊറ്റ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ആശുപത്രി അധികൃതർ തന്നെ നൽകുന്നുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ആ ഒരൊറ്റ പരാമർശത്തിൽ നിന്ന്. കാരണം അല്ല, ഈ പ്രിൻസിപ്പാൾ ഒരു ഡോക്ടറാണല്ലോ, അയാൾക്കറിയാമല്ലോ ഇതിൻ്റെ ഈ ഡെഡ് ബോഡി കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന്. ഒരു സാധാരണക്കാരന് പോലും അറിയാൻ പറ്റും. എന്നിട്ടും അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവണമെങ്കിൽ പ്രതികൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിരക്ഷ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇത് FIR രജിസ്റ്റർ ചെയ്യുന്നത് രാത്രി 11:45 FIR രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാനാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ആശുപത്രി അധികൃതരുടെ, കോളേജ് അധികൃതരുടെ സപ്പോർട്ട് ലഭിക്കുന്നു, പിന്തുണ ലഭിക്കുന്നു, പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നു അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാണ് എന്ന് ഇതിൽ നിന്ന് ഈ വളരെ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇക്കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം സർക്കാർ പ്രതിക്കൂട്ടിലാണ്. സർക്കാർ ഇവർക്ക് പരിരക്ഷ നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ചിലരൊക്കെ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടാവും എന്നും ന്യായമായും സംശയിക്കാം. ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ നോക്കൂ, ഷാജഹാൻ ഷെയ്ഖ് തൃണമൂൽ നേതാവാണ്. അയാൾ ആ പ്രദേശം അടയ്ക്കുവാണ് ഒരാളാണ്. ഒരു കാരണവശാലും പശ്ചിമ ബംഗാൾ പോലീസ് ആ ഏരിയയിലേക്ക് പോയില്ല. അങ്ങനെയാണ് സാക്ഷാ ഗവർണർ തന്നെ അവിടെ പോകുന്നു. ഗവർണർ CBI അന്വേഷണം ഏൽപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിലിൽ അദ്ദേഹത്തിന് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ്. ജയിലിൽ ഷാജഹാൻ ഷെയ്ഖ് സുഖവാസത്തിലാണ്. മാത്രമല്ല അവിടെ ഷെയ്ഖ് രാജാവായിട്ട് അവിടെ വാഴുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇവരെ പിന്നെയും വാഴിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വരട്ടെ അല്ലെങ്കിൽ പിരിച്ചുവിടട്ടെ, അതിനെ പറ്റിയതായിട്ടുള്ള സാഹചര്യങ്ങളാണല്ലോ നിലനിൽക്കുന്നത്. കാരണം സന്ദേശ് ഖലിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ല. ഇപ്പോഴിതാ
ഡോക്ടറുടെ കൊലപാതകത്തിൽ അത് എത്തി നിൽക്കുന്നു. നാളെ ഇത് ആവർത്തിക്കാം അല്ലേ? അതിനൊരു സാഹചര്യം ഉണ്ടാവരുത്, അതിനെ തടയിടണം. ആ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജല്ലേ സുപ്രീം കോടതി നൽകിയത്? ഇപ്പം നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അതില്ല മമതാ ബാനർജിക്ക്. അവരൊരു വനിതയൊന്നുമല്ല, അവർ വേറെ ഏതോ ഒരു ജനസിൽപ്പെട്ടതാണ്. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചില്ലേ? അല്ല, അതിനകത്ത് അതാണ് നമ്പ്യാരെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മൾ കാണുന്ന മമതാ ബാനർജി മുൻകാലത്തെ CPM അക്രമത്തിനെതിരെ പോരാട്ടം നടത്തുന്ന, അത് ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം, ആ പോരാട്ടം നടത്തുന്ന ആ മമതാ ബാനർജിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും ആ മമതാ ബാനർജിയാണ് നമുക്ക് പരിചയമുള്ളതും. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ചിലതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നു. കാരണം രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും ഒക്കെ ബംഗാളിൽ അതൊരു കഥയേ അല്ല. കാരണം 35 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം കഴിഞ്ഞപ്പോൾ 27,000 ആളുകളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൽ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ആളുകളെ കൊല്ലുന്ന രീതിയൊക്കെ മുമ്പ് സുദീപ് ഘോഷ് എന്ന് പറയുന്ന സന്ദീപ് ഘോഷ്, ഒരു ബംഗാളിലെ ഒരു CPM MP-യുടെ വീടിന്റെ പിറക് CBI ഉദ്യോഗസ്ഥർ ഇതുപോലെ തുറന്നപ്പോ 18ഓളം എന്താ പറഞ്ഞ തലയോട്ടികൾ കിട്ടിയതൊക്കെ അന്ന് ബംഗാളിൽ വാർത്തയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആളുകളെ കൊല്ലുന്നതും ഒക്കെ അവിടെ ഒരു വാർത്തയല്ലായിരുന്നു. പക്ഷെ വർത്തമാന കാലത്തിൽ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ തോൽപ്പിക്കാൻ സ്ത്രീകളെ, അതായത് നമുക്കിഷ്ടമല്ലാത്തവരെ ബലാത്കാരം ചെയ്യുന്നു എന്ന് ഒക്കെ വരുന്നത്, അത് വളരെ വല്ല അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ അതുപോലെ പ്രാകൃതമായ രീതിയിലൊക്കെ നിയമവാഴ്ച നിൽക്കുന്ന നാട്ടിലൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് നമ്മൾ ഇവിടെയും കേൾക്കുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ ആരാധനാ കഥാപാത്രം, അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മമതാ ബാനർജി റൈറ്റേഴ്സ് ബിൽഡിംഗ്, അവിടുത്തെ പാർലമെന്റ് അസംബ്ലി മന്ദിരത്തിന്റെ പേരതാണല്ലോ, അങ്ങോട്ട് ഒരു സമരവുമായി ജ്യോതിബാസു ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഇറച്ചി കയറുമ്പോൾ അവിടെ നടത്തിയ വെടിവെപ്പിൽ 11 യൂത്ത് കോൺഗ്രസ്സുകാർ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായി റൈറ്റേഴ്സ് ബിൽഡിംഗിൽ. അന്നാണ് അവരെ മാരകമായി അടിച്ചു പരിക്ക്. അപ്പൊ അന്ന് ഇവർ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ച് അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയ ആരാധനയോടെ ഞങ്ങൾ കണ്ടതാണ്. രാഷ്ട്രീയമായി മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസുമായിട്ട് പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ അവരുടെ പോരാട്ട വീര്യത്തെയൊക്കെ എന്താ പറഞ്ഞ ആദരവോടുകൂടി കണ്ടതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നു. അതാണ് ഒരു ജനാധിപത്യ വാഴ്ച, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാട്ടില് ഇതുപോലെ ക്രൂരമായ അക്രമം അല്ലെങ്കിൽ ഒരു കൊലപാതകം, അതും ഒരു ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ട് അവിടെ ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. അവിടുത്തെ പ്രിൻസിപ്പാൾ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പോലീസ് അധികാരി, അവരൊക്കെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിശ്ചയമായും ഇത് പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ആർട്ടിക്കിൾ 56 ഇൻവോക്ക് ചെയ്ത് ഇവർ പുറത്താക്കപ്പെടുമെന്നോ ഒന്നും ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്ക് ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ ഒറ്റയ്ക്ക് വലിയ എന്താ പറഞ്ഞ വോട്ടുകൾ നേടിയതാണ്. അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ഇനിയിപ്പോ പിരിച്ചുവിട്ടാൽ പോലും തിരിച്ചു വരാനുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ, നിയമവാഴ്ചയ്ക്ക്, റൂൾ ഓഫ് ലോയ്ക്ക് വിരുദ്ധമായ ഒരു കാലഘട്ടത്തിലേക്ക് ബംഗാൾ വീണ്ടും നീങ്ങുന്നു എന്നുള്ളത് അത് ജനാധിപത്യ വിശ്വാസികളെയും സമാധാനകാംക്ഷികളെയും സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും അതുപോലെ തന്നെ JB പർദാവാലയും ശ്രീ ആദരണീയനായ ജസ്റ്റിസ് മനോജ് മിശ്രയും അടങ്ങുന്ന ആ ഡിവിഷൻ ബെഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ സുപ്രീം കോടതി അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന്. അപ്പോ എന്തായാലും ബംഗാൾ സർക്കാരിന് വേണ്ടി കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ഹാജരായത് മോശമായിപ്പോയി കേട്ടോ. ഈ വിഷയത്തിലൊക്കെ ഇത്തരം ചെയ്തികൾക്ക് കൂട്ടുനിൽക്കുന്ന മമതയ്ക്ക് വേണ്ടി, മമതയുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് തന്നെ സുപ്രീം കോടതിയിൽ ഹാജരായതും മാത്രമല്ല, ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായെന്ന് കോടതി പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ്. വേണ്ടായിരുന്നു, മമതയെ പൂർണ്ണമായി അങ്ങ് ഒറ്റപ്പെടുത്തണം. അല്ല, കപിൽ സിബൽ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല. അദ്ദേഹം ഇപ്പോ സമാജ്വാദി പാർട്ടിയിലാണ്. സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭയിലെ MP ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല. അദ്ദേഹം ആണോ? എനിക്കറിയില്ലായിരുന്നു അത്. അല്ല, ഞാന് മനസ്സിലാക്കിയിരിക്കുന്ന അതാണ്. ചിലപ്പോ ഐ മേ ബി റോങ്, സബ്ജക്ട് ടു കറക്ഷൻ. ഞാനിപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് കപിൽ സിബൽ എന്നാണ്.
അല്ല നമ്മുടെ ഹരിദാസിനും അതുപോലെ മേനോൻ സാറിന് വേണമെങ്കിൽ അത് പിന്നെ തിരുത്താം. കാരണം ആരൊക്കെ ഇപ്പൊ പാർട്ടി വിടുന്നു, ആരൊക്കെ പാർട്ടിയിൽ വരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു പുതിയ കാര്യം ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തു വെക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അല്ല, എന്റെ അറിവിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി വിട്ടുപോയി. ഇപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞ സമാജ്വാദി പാർട്ടിയുടെ അംഗമായിട്ടാണ് അദ്ദേഹം രാജ്യസഭയിൽ ഉള്ളത് എന്നാണ് എന്റെ അറിവ്. സബ്ജക്ട് ടു കറക്ഷൻ. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം അധാർമികമായ കൃത്യങ്ങൾ ഒരു നാട്ടിൽ നടക്കുമ്പോൾ അത് മമതാ ബാനർജിയെ പോലെ ഒരാള് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവിടെ ഭരണകൂടത്തിന്റെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണം. ഈ കാര്യങ്ങൾക്ക് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള മാഫിയകളും സംഘങ്ങളും എന്നുള്ളത് അത് പുറത്തു വരണം. അവർ ശിക്ഷിക്കപ്പെടണം. ഇപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഒരു സെക്കൻഡ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ തെലുങ്കാനയിലെ ഒരു SP, അദ്ദേഹത്തിന്റെ പേര് ഈശ്വർ റെഡ്ഡിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ വൈകുന്നേരം അവരും ഡോക്ടറായിരുന്നു എന്നാണ്, ഹോമിയോ ഡോക്ടറോ അല്ലെങ്കിൽ അലോപ്പതി ആയുർവേദ ഡോക്ടറോ, ഏതായാലും അലോപ്പതി ഡോക്ടർ അല്ല. അവര് യാത്ര ചെയ്ത് സ്കൂട്ടി കേടാക്കി അവരെ എന്താ പറഞ്ഞ ബലാത്കാരം ചെയ്തു കൊന്ന ക്രിമിനലുകളെ അവരെ എന്താ പറഞ്ഞ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് തെളിവെടുപ്പിന് പോയപ്പോൾ പോലീസിനെ ആക്രമിച്ചോ ഇല്ലയോ എന്നുള്ള പിന്നീട് കാര്യം. അവരെയൊക്കെ വെടിവെച്ചു കൊന്നത്. ഞാൻ പറഞ്ഞത്, ജനം അതിനൊക്കെ കൈയടിക്കുന്നത് എവിടെ നിയമവാഴ്ച തകരുന്നോ അങ്ങനെ ഒരു ഘട്ടത്തിൽ വരുമ്പോഴാണ് ഈ രീതിയിൽ പോലീസ് ചില നടപടികളൊക്കെ സ്വീകരിക്കുന്നതിനെ ആളുകൾ കൈയടിക്കുന്നത്. യു കനോട്ട് ക്യൂർ ബൈ കില്ലിംഗ്. നമുക്ക് കൊന്നുകൊണ്ട് ഒന്നിനെയും നന്നാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ രീതിയിലുള്ള ക്രിമിനലുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്, അതും 10-36 മണിക്കൂർ നേരം ജോലി ചെയ്തിട്ട് ഒന്ന് വിശ്രമിക്കാൻ വന്ന ഡോക്ടറെ, അതിനെയൊക്കെ കശാപ്പ് ചെയ്യുന്ന ആ കശ്മലന്മാരെയൊക്കെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അത് എന്താ പറഞ്ഞേ, ഈ മണിക്കൂറുകൾക്കുള്ളിൽ അത് വിചാരണ നടത്തി ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്തില്ല എങ്കിൽ ഈ സമൂഹത്തിന് അത് വലിയ അപകടമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ നമ്പ്യാർ. യെസ്, ശ്രീ മേനോൻ, കോർട്ട് ക്വസ്റ്റ്യൻസ് ദ സ്റ്റേറ്റ് ഓഫ് വാൻഡലിസം അറ്റ് ഹോസ്പിറ്റൽ. അതായത് ആഗസ്റ്റ് 14 രാത്രി അവിടെ പിന്നെ കോടതിയുടെ നിരീക്ഷണം ഞാൻ വായിക്കാം. ഹോസ്പിറ്റൽ ഈസ് ഇൻവേഡഡ് ബൈ ദ മോബ്, ക്രിട്ടിക്കൽ ഫെസിലിറ്റീസ് വെയർ ഡാമേജ്ഡ്. What was the police doing? The first thing the police have to do is to secure the crime scene. അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെ 7000-ഓളം വരുന്ന ഒരു മോബ് ജനക്കൂട്ടം ആശുപത്രി കയറി ആക്രമിച്ചു. അപ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. പോലീസിൻ്റെ പിന്തുണ ഇല്ലാതെ അങ്ങനെ ഒരു അതിക്രമത്തിന് അവർ മുതിരില്ല എന്നൊരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ പോലീസിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശം തന്നെയല്ലേ കോടതി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങളെക്കൊണ്ട് പറ്റില്ല, മമതാ ബാനർജി നിങ്ങളെക്കൊണ്ട് പറ്റില്ല, നിങ്ങളൊന്നുകിൽ ഇത് ഉപേക്ഷിച്ച് പോകൂ, അല്ലെ രാജിവെച്ച് പുറത്തു പോകൂ എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു കൂസലുമില്ലാതെ മമത ഞെളിഞ്ഞ് നടക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ചെയ്തത്, ഈ ഹോസ്പിറ്റൽസിൻ്റെ മേൽനോട്ടം CSFന് കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെ, അതാണ് ഇതിൽ ഏറ്റവും കാര്യമായിട്ടുള്ളൊരു സംഗതി വന്നിട്ടുള്ളത്. അല്ലാതെ അവിടെ ടോട്ടൽ അരാജകത്വം നിൽക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ നമ്മൾ ഇവരുടെ ഭേദമൊത്തിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു, അവർ എല്ലാ തരത്തിലും എല്ലാവരെയും പ്രഷർ ചെലുത്തിയിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുമൊക്കെയാണ് അവിടെ നടത്തുന്നത്. നേരത്തെ പറഞ്ഞു, സുഖേന്ദു റോയ് എന്ന് പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ രാജ്യസഭാ മെമ്പർ, അദ്ദേഹം പറഞ്ഞ എന്താണ്, അദ്ദേഹം പറഞ്ഞു ഈ പോലീസ് കമ്മീഷണറെയും അതുപോലെ ഈ പ്രിൻസിപ്പലിനെയും കസ്റ്റോഡിയൽ ഇൻ്റർഗേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കസ്റ്റോഡിയൽ ഇൻ്റർഗേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അദ്ദേഹത്തിനെ സ്പോക്സ്മാൻ സ്ഥലത്ത് നിന്ന് മാറ്റി, അത് കഴിഞ്ഞിട്ട് പോലീസിനെ കൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ചു. ഇന്ന് ഞാൻ വായിക്കേണ്ടായി, അദ്ദേഹം അവിടെ ഹൈക്കോടതിയിൽ അതിനെതിരെ ഒരു സ്റ്റേ മേടിക്കാൻ പോയപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ധാരണയായി, അത് കാരണം ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് അവിടെ വെച്ചേക്കാണ്. ഈ തരത്തിലുള്ള പ്രഷർ ടാക്ടിക്സാണ് ഇതിൽ അവർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, മനിൽ നമ്പ്യാർ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കപിൽ സിബൽ ഇതിനു വേണ്ടിയിട്ട് ഹാജരായത് ശരിയായി എന്ന് ധാർമ്മികമായിട്ട് ശരിയായി എന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു രാജ്യസഭാ മെമ്പർ ആണെങ്കിലും സമാജ്വാദിയുടെ പാർട്ടിയുടെ സപ്പോർട്ട് കൂടി മത്സരിച്ച് രാജ്യസഭയിൽ എത്തിയ ആളാണ്. സുപ്രീം കോടതി ബാർ എല്ലാവരും അസോസിയേഷന്റെ അറിയാവുന്ന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. വ്യക്തി ഇങ്ങനത്തെ ഒരു വളരെ ഹീനമായ ഒരു പ്രവൃത്തിക്ക് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനിടയ്ക്ക് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഒരു വാക്ക് ഒരു സെന്റൻസ് പറയണ്ടായി, ഐ ആം വെരി ഹാപ്പി ടു സീ യു ഹിയർ എന്നുള്ള രീതിയിൽ. അതൊരു ചീഫ് ജസ്റ്റിസ് ആ സമയത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നമ്മൾ പറഞ്ഞു അവിടെ ഈ പ്രസിഡന്റ് റൂൾ കൊണ്ടുവരാൻ പറ്റിയില്ല, ഇവർക്ക് ജനസമ്മതിയുള്ള ഒരു നേതാവാണ് എന്നൊക്കെ. അതിനൊന്നും ഒരു കാര്യമില്ല. കാരണം ഷടനോട് ശാഠ്യം എന്നുള്ളതാണ് പ്രമാണം. നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ശക്തരായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. അവരുടെ ഒരു 11 വർഷക്കാലത്ത് അവർ 39 തവണ പ്രസിഡന്റ്സ് റൂൾ ഈ സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തി. വേണ്ട സമയത്ത് അത് ചെയ്തേ മതിയാവും. അതുപോലെ തന്നെ അതിനുശേഷം വന്ന ജനതാ പാർട്ടി 9 തവണ ഈ പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊവിഷൻ വെച്ചിട്ടുള്ളത് തന്നെ ഇങ്ങനത്തെ വളരെയധികം എന്താണ് പറയുന്നത്, ദുഷ്ടന്മാരായിട്ടുള്ളതോ അല്ലെങ്കിൽ ഓട്ടോക്രാറ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ വരുമ്പോൾ അവരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ, ഒരു വകുപ്പാണത്. ആ 356 ഉപയോഗിക്കാനായിട്ട് നരേന്ദ്രമോദിജി മടിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ചില കമ്പൽഷൻസ് ഉണ്ടാവാം, പക്ഷേ അതിനേക്കാൾ ഉപരി അത് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഈ വെസ്റ്റ് ബംഗാൾ ഒരു വലിയ ഒരു ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്കറിയാം കേരളമാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയോ നാളുകളായി ഇപ്പോൾ വെസ്റ്റ് ബംഗാളും ബീഹാറുമാണ്. ജനസംഖ്യ പെരുപ്പം ഒരു തരത്തിലും ഇങ്ങനെ കുട്ടികളുണ്ടായിട്ട് ഈ രീതിയിൽ മാറിയില്ല. അതിൽ ഭൂരിഭാഗം പേരും ഈ വെളിയിൽ നിന്ന് വരുന്നിട്ടുള്ള ബംഗ്ലാദേശികളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ വന്ന് കൂടുമ്പോൾ അവർക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു സർക്കാരിനെ അവിടെ വെച്ച് വഴിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ബോർഡറിൽ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി. ഇപ്പോഴാണെങ്കിലും അവിടെ ബംഗ്ലാദേശിൽ അവിടുത്തെ ഗവൺമെൻറ് മാറി അവർ എത്രത്തോളം ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കും നമുക്ക് അറിയാൻ വയ്യ. ആ സമയത്ത് വിഷണറി ആയിട്ടുള്ള രാജ്യസ്നേഹമുള്ള ഒരു ഭരണാധികാരിയാണ് അവിടെ വെസ്റ്റ് ബംഗാളിൽ ഇരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശ്രീ ഹരിദാസ്, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അഹങ്കാരവും അഹന്തയുമായിട്ട് മമത മുന്നോട്ട് പോകുന്നത്? നോക്കൂ, അവരുടെ മകളുടെ പ്രായമുള്ളൊരു പിന്നെ കുട്ടിയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് പിന്നെ കൊല്ലപ്പെട്ടത്. എന്നിട്ടും മമത ആ ഒരു സംഭവത്തെ അതിൻ്റെ ഒരു ഗൗരവത്തോടെ സമീപിച്ചിട്ടില്ല എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഇപ്പോഴും ആ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് നോക്കുന്നത്. സ്വാഭാവികമായി ഡോക്ടർമാർ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനായി തെരുവിലിറങ്ങും. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞു, പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യുകയല്ല വേണ്ടത്, അതല്ല വേണ്ടത്. പ്രതിഷേധം സ്വാഭാവികമാണ്, അതിൻ്റെ വഴിക്ക് വിടണം. പക്ഷേ അങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടായിട്ടും ഇന്നും പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിച്ചാർജ് ഉണ്ടായി ബംഗാളിൽ. എന്തുകൊണ്ടായിരിക്കും മമതയെ ഇതൊന്നും ഒരു തരത്തിലും ബാധിക്കാത്തത്? വേണുജി പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് വേണം അനിൽ നമ്പ്യാർ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് എത്താൻ. അതായത് അദ്ദേഹം റിപ്പൺ ബിൽഡിങ്ങിലേക്ക് മമത നയിച്ചൊരു കോൺഗ്രസ്സിൽ അവരുണ്ടായിരുന്ന സമയത്ത്, യൂത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്ന സമയത്ത് നയിച്ചൊരു പ്രത്യക്ഷ സമരത്തിൻ്റെ കാര്യം ആവേശപൂർവ്വം പറഞ്ഞു. അതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അന്ന് മമതയ്ക്ക് അധികാരം ലക്ഷ്യമല്ല. ആ മമതയിൽ നിന്ന് ഇപ്പോൾ അധികാരത്തിലെത്തിയ മമതയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെങ്കിലും അവരിലേക്ക് വന്ന മാറ്റം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് കിരാത പ്രവൃത്തികൾക്കും കൂട്ടുനിൽക്കണം. കാരണം അവരുടെ അണികൾ
ഞാൻ അറിഞ്ഞിടത്തോളം, എനിക്കറിയില്ല, എനിക്ക് കൽക്കത്തയിലൊക്കെ ഉള്ള കുറച്ചുള്ള കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 50% ഈ തൃണമൂൽ കോൺഗ്രസിൻ എന്ന് പറയുന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്ന 50% ആൾക്കാരും ക്രിമിനൽ പശ്ചാത്തലമുള്ള അവിടുത്തെ കൊടും ക്രൂരരായിട്ടുള്ള ആളുകളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അവരെ നിയന്ത്രിക്കാനോ അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കത്തക്ക തോതിലുള്ള ഒരു നടപടി കൈക്കൊള്ളാനോ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് തൻ്റെ അധികാരം തന്നിൽ നിന്ന് ചോർന്നു പോകുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന മമത കളിക്കുന്ന ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കളിയാണ് ഇപ്പം ഇത്. അതായത് ഇരയോടൊപ്പമാണെന്ന് നമ്മളോടും അതുമാതിരി തന്നെ കൽക്കത്തയിലുള്ളവരോടും ഇന്ത്യയിലെ ജനങ്ങളോടും മുഴുവൻ തോന്നിപ്പിക്കുമാറ് പെരുമാറുമ്പോഴും അവർ ഇത്തരം ക്രൂരമായ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയ പ്രതികൾക്ക് പരമാവധി ഒത്താശ ചെയ്യുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഈ അസമയം എന്നൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ സ്ത്രീകൾ അസമയത്ത് സ്ത്രീകൾ നടക്കുക, അസമയത്ത് സ്ത്രീകൾ ഇറങ്ങി നടന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അസമയത്ത് അവർക്ക് എന്തുകൊണ്ട് പോയി, കോടതികളിലൊക്കെ നിറയെ കേൾക്കുന്നൊരു വാക്കാണത്. എന്താണ് ഈ സ്ത്രീകൾക്ക് ഒരു അസമയം? ഇപ്പം ഈ പെൺകുട്ടിക്ക് ഈ ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നത് അസമയത്ത് റോട്ടിലൂടെ നടന്നതുകൊണ്ടല്ല, സുരക്ഷിതമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം നൽകി തൻ്റെ 36 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ വിശ്രമിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ക്രൂരന്മാരായ ഇത്തരം ആൾക്കാർ, അത് ഒരു വ്യക്തിയാണോ കുറേ പേരുണ്ടോ എന്നൊന്നും ഇനിയും ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അനിൽ നമ്പ്യാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്യാവശ്യം CCTV ക്യാമറകളൊക്കെ അവിടെ ഉണ്ടാവില്ലേ? എന്നിട്ടും ഇരുട്ടിൽ തപ്പുന്ന വിധത്തിലുള്ള വാർത്തകളാണ് കൽക്കത്തയിൽ നിന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ സഹപ്രവർത്തകരായവരിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. പ്രതികൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടോ അല്ലെങ്കിൽ കുറേ പേരുണ്ടോ? ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലും ചോദിക്കുന്നു, ഇത് ഒരാൾ ഒറ്റയ്ക്കാണോ ചെയ്തത്? 14 മുറിവേറ്റ് കിടക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ആ കോളേജിലെ പ്രിൻസിപ്പാൾ പറയുകയാണ് ഇത് ആത്മഹത്യയാണ് എന്ന് വീട്ടുകാരെ അറിയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ പ്രിൻസിപ്പളിന്റെ അപച്യുതി എത്തിയെങ്കിൽ എന്താണ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സ്ത്രീകൾക്ക് ഇവിടെ ഒരു സ്വബോധത്തോടെ ഒരു പ്രിൻസിപ്പാൾ അങ്ങനെ ഒരു പരാമർശം നടത്തില്ല ശ്രീഹരിദാസ്. സ്വബോധത്തോടെ അങ്ങനെ ഒരു പരാമർശം നടത്തില്ല. ഒന്നുകിൽ അദ്ദേഹം ഡ്രങ്കണായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ വല്ല ലഹരിയും ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമായിരിക്കാം. അങ്ങനെയല്ലേ സംശയിക്കാനാവൂ? ഈ അതെ, അതിൽ ഡ്രങ്കൻ്റെ കാര്യത്തിന് ഞാൻ വിടാം, കാരണം അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്താണ് ഇത് നേരെ മറിച്ച് താങ്കൾ പറഞ്ഞ ബാക്കി 2 കാര്യങ്ങൾ സത്യമാണ്. ഒന്ന് മുകളിൽ നിന്നുള്ള പ്രഷർ, അല്ലെങ്കിൽ കത്തിമുനയിലാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഉണ്ടാകാൻ, പുറത്തേക്ക് ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നമുക്കറിയില്ലേ. വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രമസമാധാന നിലയെക്കുറിച്ചിട്ട് ഇന്ന് സുപ്രീം കോടതി പറയുന്നതിന് മുമ്പൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അവിടെ പാതി ഭരണമേ ആ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്കുള്ളൂ, ബാക്കിയൊക്കെ ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ, അപ്പോൾ ഞാനൊരു ചർച്ചയിൽ ഒരു മാന്യനായ ഒരു പ്രതികരണ വ്യക്തി പറയുന്നത് കേട്ടു. അതായത് രാത്രികാല ഡ്യൂട്ടികളിലെ സ്ത്രീ ഡോക്ടർമാരെ, വനിതാ ഡോക്ടർമാരെ ഉൾപ്പെടുത്താതിരിക്കുക, അതിനൊരു പരിഹാര മാർഗം എന്ന നിലയ്ക്ക്. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യാവകാശത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നമ്മൾ അങ്ങേയറ്റം കോടതി കയറുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് നവോത്ഥാനം അതിൽ സൃഷ്ടിക്കുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് കൈകോർക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു രാത്രികാല ഡ്യൂട്ടികളിൽ നിന്ന് സ്ത്രീകളെ മൊത്തത്തിൽ ഒഴിവാക്കണം. ഡോക്ടറായാലും വനിതാ കണ്ടക്ടറായാലും അല്ലെങ്കിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന IT മേഖലയിലായാലും സ്ത്രീകളെ ഒഴിവാക്കണമെന്നൊക്കെ നമുക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്തതിന് നമ്മൾ പറയുന്നതാണോ ശരി? ഈ ആശുപത്രികളിൽ സ്ത്രീ ഡോക്ടർമാരെ, നമുക്ക് വനിതാ ഡോക്ടർമാരെ രാത്രികാല ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ അവിടുത്തെ വനിതകളായ നേഴ്സുമാരെ എന്ത് ചെയ്യും? ആശുപത്രി സ്തംഭിച്ചു പോവില്ലേ? ഇന്ത്യയിലത്തെ ഒരു 75-80% നേഴ്സുമാരും വനിതകളായിട്ടല്ലേ ജോലി ചെയ്യുന്നത്. അപ്പം ഇതൊന്നുമല്ല ഇതിന് പരിഹാരം വേണ്ടത്. അതാത് സംസ്ഥാനങ്ങൾ ഇത്തരം ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ പറയില്ല, അതിനുള്ള സെക്യൂരിറ്റി പരിതസ്ഥിതികൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഈ സംഭവത്തിൽ ഈ മമത എന്ന് പറയുന്ന സ്ത്രീ അവർ അവിവാഹിതയാണ് എന്നാണ് എൻ്റെ അറിവ്. അവർക്ക് മക്കളില്ല. നിങ്ങൾ ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് പറഞ്ഞു അവരുടെ മകളാവാൻ പ്രായമുള്ള ഒരു അതൊന്നും നോക്കുന്ന ഒരു സാമൂഹിക പരിതസ്ഥിതിയിലല്ല ആ സ്ത്രീ ജീവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ചുറ്റും നിൽക്കുന്ന ഒരുപാട് ഗുണ്ടകളുടെ നിയന്ത്രണത്തിൽ അവർ എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നു. അതിൻ്റെ അനന്തര ഫലങ്ങളാണ് അവിടുത്തെ ജനങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലെ ഈ കോൺഗ്രസ് ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നിരുന്നാൽ പോലും മത്സരിച്ചതിന് ശേഷം അവർ ഇന്ത്യ മുന്നണിയെ പിന്താങ്ങുന്നതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളോട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇത്തരത്തിൽ ഇരയാകുന്നവരോട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കാണിക്കുന്ന അങ്ങേയറ്റം അനീതിയാണ് എന്ന് വേണം അതിന് പറയാൻ. ശ്രീ കപിൽ സിബാലിൻ്റെ കാര്യത്തിൽ അനിൽ നമ്പ്യാർ ചിരിച്ചിട്ട് പറഞ്ഞത് എന്തോ ഒരു 28 പേര് ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ
അദ്ദേഹം അതിൽ നിന്ന് പുറത്തേക്ക് പോയി. 27 പേരും കോൺഗ്രസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹം ഏത് സമാജ്വാദി പാർട്ടിയിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അലവലാതി പാർട്ടിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല. അല്ല, ഞാനിപ്പോ വിക്കിപീഡിയ നോക്കിയപ്പോ തോന്നുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കേസിൽ അദ്ദേഹം രാജ്യസഭാ അംഗമാണ്, പക്ഷേ സമാജ്വാദി പാർട്ടി എന്നൊന്നും പറയുന്നില്ല. രാജ്യസഭാ അംഗമാണ് അദ്ദേഹം. അത് അങ്ങനെ നമ്മൾ വലിയ സസ്പെൻസിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ജനങ്ങളെ പ്രത്യേകിച്ച് ഇത്തരം ഒരു അവസ്ഥയിൽ അങ്ങേയറ്റം വിമർശന വിധേയനാകേണ്ട ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഇതായിരിക്കാം വിക്കിപീഡിയ എന്ന് കരുതുക. ഇനി ഞാൻ ഇവിടെ ഈ കൽക്കത്തയിൽ കാണാതായ ഒരു 24,500 ആളെ പറ്റിയിട്ട് വേണുജി പറഞ്ഞ ഒരു സംഭവത്തിന്റെ കാര്യത്തിൽ വേണുജിക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി CPM-ലൂടെ കോൺഗ്രസിൽ വരികയും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് എത്തുകയും ചെയ്ത ശ്രീ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന അത്ഭുതക്കുട്ടി പറഞ്ഞ ഒരു സംഭവം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിട്ടുള്ള പുസ്തകത്തിലാണെന്നാണ്. അദ്ദേഹത്തോട് ഈ കേരളത്തിലെ വെട്ടിക്കൊലപാതകത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഈ കൽക്കത്തയിലുള്ള ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് സംസാരിച്ചു ഉത്തരേ. അതായത് ഇങ്ങനെ ഞങ്ങൾ അവിടെ വെട്ടിക്കൊലയാണ്, നമുക്ക് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്ന രീതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് അബ്ദുള്ളക്കുട്ടി ഉപദേശിച്ചു ഉത്തരേ, നിങ്ങൾ ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും വെട്ടിക്കൊല്ലൊന്നും ചെയ്യരുത്. നമുക്കുള്ള രാഷ്ട്രീയ എതിരാളികളെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജീവനോടെ പിടിച്ചു കൊണ്ടുവന്ന് 6.5 അടി താഴ്ചയുള്ള ഒരു കുഴി കുഴിക്കുക. അതായത് ഒരാൾക്ക് നീളത്തിൽ ഇറങ്ങി പോകാവുന്ന ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് ഒരു ചാക്ക് പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ട് കത്തിക്കുക. അപ്പോൾ പിന്നെ ഒരു തെളിവും കാര്യങ്ങളും ഇല്ല. അബ്ദുള്ളക്കുട്ടി പറഞ്ഞതാണ് കൽക്കത്തയിൽ നടക്കുന്ന രീതി ഇങ്ങനെയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ വെട്ടിക്കൊന്നിട്ട് അതിന് തെളിവുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന രീതിയൊക്കെ അവസാനിപ്പിക്കണമെന്ന്. അപ്പോൾ 24,000 ആൾക്കാരെ കാണാതായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയിൽ നിന്ന് ആ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഭരണത്തിലേക്കാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് മമത ധരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ ഒരു വിഡ്ഢിത്തം നിറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അവരെ കൽക്കത്തയിലെ ജനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമുക്കിപ്പോൾ ഈ ചർച്ചയിൽ പറയാനുള്ളത് ഇതാണ്. ഇനി ഒരു നിർഭയ എന്ന് പേര് കൊടുത്തുകൊണ്ട് ഒരു പെൺകുട്ടി ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നമുക്കുണ്ടായിട്ടുള്ള നമ്മുടെ വന്ദനാദാസിന്റെ പ്രശ്നത്തിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള സൗകര്യം അതാത് സംസ്ഥാന സർക്കാരുകൾ ഒരുക്കി കൊടുക്കണം. അത് ഓർഡിനൻസും കുറെ ഓർഡറുകളും ഇറക്കിക്കൊണ്ട് ഞങ്ങൾ ഇവരുടെ സംരക്ഷണം ചെയ്തു കഴിഞ്ഞു, ഞങ്ങൾ ഇനി അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊന്നും പറയരുത്. മറ്റൊരു കാര്യം കൂടി ഈ ചർച്ചയിൽ പറയാനുള്ളത്, ഇത്തരക്കാരെ ഇപ്പോൾ ഇവിടെ ഒരു ദന്ത ഡോക്ടറെ ജോലി കഴിഞ്ഞു പോകുന്ന സ്കൂട്ടറിൽ നിന്ന് പോകുന്ന ഒരു സ്ത്രീ ആന്ധ്രാപ്രദേശിന്റെ ഏതോ പ്രാന്തപ്രദേശങ്ങളിൽ 3 കശ്മലന്മാർ ചേർന്ന് കൊന്നു. അവരെ എൻകൗണ്ടർ ചെയ്തിട്ട് പോലീസ് കൊന്നു. ആ പോലീസുകാർക്ക് ഇന്നും അതൊക്കെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ആരാധകരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി തന്നെയാണ് UP-യിൽ നിന്ന് വരുന്ന 1-2 വാർത്തകൾ. അങ്ങേയറ്റം കൊള്ളക്കാരായ കുറച്ച് പേരെ ഇത്തരത്തിൽ അവിടെ ജീപ്പിൽ നിന്ന് ചാടിപ്പോവാൻ ശ്രമിച്ചു, പോലീസായിട്ടുള്ള സംഘർഷത്തിൽ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരെ ഇത്തരത്തിലുള്ള ആരാധനാ കഥാപാത്രമായിട്ട് നമ്മുടെ കേരളീയരായ സാംസ്കാരികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന കേരളീയർ പോലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ കൽക്കത്തയിലെ ഈ പെൺകുട്ടിക്ക് ഈ ദുർഗതി വരുത്തിയവരെ അവിടുത്തെ പോലീസുകാർ ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രതികളുടെ അന്വേഷണം ചെയ്യുന്ന എത്തി നിൽക്കുന്നിടത്തോളം അവർ തൃണമൂൽ കോൺഗ്രസിന്റെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ അവിടുത്തെ പോലീസുകാർ ഇത്തരത്തിലൊരു എൻകൗണ്ടറിലൂടെ ഒന്നും അവരെ ചെയ്യില്ല. പക്ഷെ അത് ചെയ്തിട്ടുള്ളൊരു വാർത്ത പുറത്തു വരാൻ ഇന്ത്യയിലെ ഏകദേശം ഒരു 100 കോടി ജനങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 100 കോടി ജനങ്ങളെങ്കിലും അത്തരത്തിലുള്ള എൻകൗണ്ടറിലൂടെ ഈ പ്രതികളെ, കാരണം ഇനി ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഇവർക്ക് സുപ്രീം കോടതിയിലൂടെ നടപ്പിലാക്കാൻ ചുരുങ്ങിയതൊരു 10 വർഷമെങ്കിലും എടുക്കുമ്പോൾ ഇനിയും ഇവിടെ ഇത്തരത്തിലുള്ള നിർഭയമാരുണ്ടാകുമോ എന്ന് ഇവിടുത്തെ വീട്ടമ്മമാരും സാധാരണക്കാരായ ജനങ്ങളും ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുകയാണ് ശ്രീ അനിൽ നമ്പ്യാർ. അല്ല, നിർഭയ കേസിൽ തന്നെ മൈനറായിട്ടുള്ള ആ പ്രതി എവിടെയോ ഉണ്ട്, കേരളത്തിൽ ഉണ്ട് എന്ന് പോലും ഇടക്കാലത്ത് അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. അവൻ കേരളത്തിലുണ്ടെന്നാണ് പറയണത്. അതെ, അവനെ അതാണ് പറയണത്. നമ്മുടെ നീതി നിയമ സംവിധാനം ഈ കൽക്കത്തയിലെ ഈ പെൺകുട്ടിയെ, ഈ ഉറങ്ങിക്കിടന്ന് 36 മണിക്കൂർ ജോലി ചെയ്ത് ഉറങ്ങിക്കിടന്ന ഈ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് 14ഓളം വൂണ്ടുകൾ വരുത്തിക്കൊണ്ട് ബലാത്സംഗം ചെയ്തു കൊന്ന ഈ പ്രതിക്കും അത്തരത്തിലുള്ള എന്തെങ്കിലും നിയമത്തിന്റെ, കാരണം അവിടെയും ഇത്തരത്തിൽ 2 കോടി രൂപയോ അല്ലെങ്കിൽ 1 കോടി രൂപയോ പ്രതിഫലം വാങ്ങുന്ന ഒരുപാട് കപിൽ സിബാൽമാർ ഇവർക്ക് വേണ്ടി കോടതികളിൽ നിരന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് നിയമത്തിന്റെ പരിധിയിലൂടെ ഇത്തരം പ്രതികളും രക്ഷപ്പെടുന്ന അവസ്ഥയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആന്ധ്രാപ്രദേശിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു വനിതാ ദന്ത ഡോക്ടറെ കൊന്ന
ബലാത്സംഗം ചെയ്ത് കൊന്നവരെ എൻകൗണ്ടർ ചെയ്ത് കൊന്ന ആ പോലീസുകാരുടെ നമ്മൾ പറയില്ലേ, ആ പോലീസുകാരെ ആരും നമ്മളാരും കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ നമ്മുടെ മനസ്സിലെ ഒരു വീരപരിവേഷമായി നിൽക്കുന്നത് ഇത്തരക്കാർക്ക് നാളെ കോടതിയിൽ നിന്നും ശിക്ഷ വാങ്ങിച്ച് അവർക്കൊരു വധശിക്ഷ കോടതി കൊടുക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള മാനസികാവസ്ഥ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇല്ല എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പോലീസുകാരോ അല്ലെങ്കിൽ ജനങ്ങളോ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. അടുത്ത സേനാപതി വേണു, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള രാജ്യത്തെ മുഴുവൻ ആശുപത്രികളിലും സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുള്ളതിനേക്കാൾ 25% അധികം സുരക്ഷ കൂടി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിലുള്ള സ്റ്റാൻഡേർഡ് സുരക്ഷാ പ്രോട്ടോക്കോളിന് പുറമെ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള വ്യക്തിഗത അഭ്യർത്ഥനകളുടെ കൂടി അടിസ്ഥാനത്തിൽ സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. മാത്രമല്ല സുപ്രീം കോടതി ഇന്നൊരു 10 അംഗ ദൗത്യ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ട്, നിയമങ്ങളുടെ അപര്യാപ്തതയോ അഭാവമോ ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിച്ചു വരുന്നു. എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? അല്ല, ഇവിടെ നമ്പ്യാരെ വേലിയ വിളവ് തിന്നിരിക്കുന്നത്. ഇപ്പോ സാധാരണഗതിയിൽ ആശുപത്രിയിൽ ഡോക്ടർമാരെ, ഇപ്പം ഹരിദാസ് സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ വന്ദനാദാസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന അല്ലെ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന ഒരു രോഗി, അവന്റെ ക്രിമിനൽ അത് പിന്നീട് ആണ് ആക്രമിച്ചത്. അതല്ല എങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ ആശുപത്രിയിൽ അക്രമം നടത്തുന്നത് ചികിത്സയ്ക്കെത്തുന്ന രോഗികളോ രോഗികളുടെ ബന്ധുക്കളോ. ഇവിടെ അതല്ല. ഇവിടെ ഈ ആശുപത്രിയുടെ സുരക്ഷയ്ക്ക് ചുമതല വഹിക്കുന്ന എന്താ പറഞ്ഞ ഒരു സിവിൽ പോലീസ് വോളണ്ടിയർ ആണ്. അതാണ് ഇവിടെ നമ്മളെ ഭയപ്പെടുത്തുന്നതും ഉത്കണ്ഠപ്പെടുത്തുന്നതും. ഇവിടെ വേലി തന്നെ, അതായത് ആ ഡോക്ടർക്ക് കൂടി സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥനായ ആളാണ്. അയാളിൽ നിന്നാണ് ഈ ക്രൂരമായ പീഡനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന, അപ്പം ആശുപത്രിയിൽ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ, നഴ്സുമാർ അല്ലെങ്കിൽ ആശുപത്രി സ്റ്റാഫുകൾ, അവർക്ക് ഈ രാജ്യത്ത് സംരക്ഷണം കിട്ടണം എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? അവർക്ക് സംരക്ഷണം കിട്ടിയേ മതിയാവൂ. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഡോക്ടർമാരെ ആക്രമിക്കുന്നത് ചികിത്സയ്ക്ക് വരുന്നയാള് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കള്, രോഗിക്ക് മതിയായ ചികിത്സ കിട്ടിയില്ല എന്ന് അവർക്ക് തോന്നുക, രോഗി പെട്ടെന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നടത്തുന്ന ആക്രമണങ്ങളാണ്. ഇവിടെ അതല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെയുള്ള അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ അവർ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന സമയത്ത് അവർ ആക്രമിക്കപ്പെടുന്നു, അതല്ല എങ്കിൽ അവർ ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കുമ്പോൾ ആ ആശുപത്രിയിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ജോലിയെടുക്കുന്നയാള് ഇവരെ ഒരു സഹോദരിയായോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തായോ കണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരായ ആള് അവരിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ള ആ ഭയാനകമായ സ്ഥിതിവിശേഷമാണ്. അപ്പോ ഇത് മുളയിലെ നുള്ളണമെങ്കിൽ അതിശക്തമായ നടപടികൾ. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചപ്പോൾ ഈ പ്രിൻസിപ്പാളിന്റെ വാക്കുകളാണ്. അത് പ്രിൻസിപ്പാളിന്റെ വാക്കുകൾ മാത്രമല്ല, ചില സ്ഥാപനങ്ങളുടെ മേധാവികളായിരിക്കുന്ന ആളുകളുടെ ചില ഘട്ടത്തിലെ വാക്കുകൾ നമ്മളെ വല്ലാതെ എന്താ പറയുക നിരാശപ്പെടുത്തുന്നു. ഞാൻ പൂക്കോട് വെറ്റിനറി സർവകലാശാലയില് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി വളരെ ക്രൂരമായി റാഗി ചെയ്ത് പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്തപ്പോ അവിടുത്തെ ഡീനിനോട് ചോദിച്ചു. അപ്പൊ ഡീനിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്താണ് നിൽക്കുന്നെങ്കിൽ ഏത് സമാധാനകാംക്ഷിയും പ്രകോപിതനായി, അല്ല അയാൾ പറഞ്ഞു തന്നെ എനിക്കിതിലൊന്നും ഉത്തരവാദിത്വമില്ല, ബാധ്യതയില്ല, ഞാൻ അവിടെ ഇതൊന്നും അല്ല നോക്കാനായിട്ട് പോകുന്നു. വാർഡനോട് ചോദിക്കുമ്പോൾ വാർഡൻ പറയുന്നതും ഈ രീതിയിലുള്ള മറുപടിയാണ്. ഞാൻ പറയുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വാർഡന്റെയും ഡീനിന്റെയും അതേ മറുപടി തന്നെയാണല്ലോ ഈ പ്രിൻസിപ്പാളും പറയുന്നത്. ഈ ഉത്തരവാദിത്വപരമായ കസേരയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പദവിയിൽ ഇരിക്കുന്ന ഒരാള് പറയേണ്ട ഒരു മറുപടിയോ, കാരണം ഇവരുടെയൊക്കെ ഒരു വിധേയത്വം ആരോടാണ് എന്നുള്ളത് നമ്മൾ സംശയിക്കപ്പെടുകയാണ്. ഇപ്പൊ ഇവിടെയാണ് എങ്കിൽ SFIക്കാരനെ ഭയപ്പെടണം, അവിടെ ഇപ്പൊ ആരെയാണ് ഭയപ്പെടേണ്ടത്? തൃണമൂലുകാരനെ ഭയപ്പെടണം എന്നുള്ള ഒരു സ്ഥിതിയാണ് എങ്കിൽ ആ ഭയാനകരമായ ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ജോലി ചെയ്യേണ്ട സാഹചര്യം അത് മാറണം. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള നിരുത്തരവാദപരമായ ആ പ്രസ്താവന തന്നെ അവര് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണല്ലോ. മുമ്പ് പറഞ്ഞ കപിൽ സിബലിന്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. കപിൽ സിബല് 2022 അദ്ദേഹത്തിന്
എന്താ പറഞ്ഞ രാജ്യസഭാ സീറ്റ് കിട്ടാതെ വരുന്ന സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസ് വിട്ടു. അദ്ദേഹം സമാജ്വാദി പാർട്ടിയിൽ ശ്രീ അഖിലേഷ് യാദവ് ആണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അവരുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പിലാണ്, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ പിന്തുണയിലാണ് അദ്ദേഹം ഇപ്പൊ രാജ്യസഭയിൽ ഉള്ളത്. ഇനിയിപ്പോ തൊഴിൽപരമായിട്ട് അദ്ദേഹത്തിന് ചിലപ്പം ഈ കാര്യത്തിൽ എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ മികവ് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയായിട്ടായിരിക്കാം ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത ഞാൻ മനസ്സിലാക്കുന്നത് കപിൽ സിബല് അദ്ദേഹം ഡൽഹി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. അതോടൊപ്പം സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റാണ്. അദ്ദേഹം ഈ കേസുമായിട്ട് വന്നപ്പോ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞ പരാമർശം അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് നിങ്ങളെപ്പോലെ ഒരാള് ഇതിന് വരാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത് എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് നാളെയും മറ്റന്നാളും ഒക്കെ പത്രങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ വേലി തന്നെ വിളവ് തിന്നിരിക്കുന്നു. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, വന്ദനാദാസിന്റെ കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായ പിഴവാണ്, അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ കൊടുക്കേണ്ട ആളുകൾക്കുണ്ടായ പിഴവാണ്. മറിച്ച് ഇവിടെ അതല്ല. ഇവിടെ ഒരു ആശുപത്രിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ട് അല്ലെങ്കിൽ അവിടെ എന്താ പറഞ്ഞ സിവിൽ വോളണ്ടിയർ ആയിട്ട് ജോലി ചെയ്യുന്ന ആള്, ആശുപത്രിയുമായി നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ആള്, അവിടുത്തെ ഡോക്ടർമാരും അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ട് വളരെയധികം പരിചിതനായ ഒരാള് ആ സഞ്ജയ് റായെ ഈ കുറ്റകൃത്യം ചെയ്തിട്ട് ആശുപത്രിയുടെ ഭിത്തി ഇടിച്ചു തകർത്ത് തെളിവുകൾ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ 10-14 മണിക്കൂർ നേരം FIR രജിസ്റ്റർ ചെയ്യാൻ, ഇനിയിപ്പോ ബലാത്കാരത്തിനോ അക്രമത്തിനോ അല്ല എങ്കിലും സ്വാഭാവിക ഒരു മരണത്തിന് അൺനാച്ചുറൽ ഡെത്ത്, ആ അൺനാച്ചുറൽ ഡെത്തിന് 174 ആയിട്ട് CRPC, ഇപ്പൊ CRPC മാറി വന്നിരിക്കുന്ന അത് സെക്ഷൻ എന്തോ ഞാനത് കോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ പോലും ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥമായ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഒക്കെ ആർക്ക് വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നു. നിയമവാഴ്ച തകർന്നാൽ ആ നിയമവാഴ്ച തകർന്നതാണല്ലോ നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോ റൂൾ ഓഫ് ലോ അത് തകർക്കാൻ കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികൾ ആരാണെങ്കിലും അവർ ഈ രാജ്യത്തോടും ഈ തലമുറയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏറെ ഉറക്കെ സിന്ദാബാദ് വിളിച്ച മമതാ ബാനർജിയെ പോലെ ഒരാള് അവർ ബംഗാളിൽ ഭരണം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ആ സംസ്ഥാനത്തിൽ, കാരണം ബംഗാളിനെ കുറിച്ച് നമ്മളൊരു ചരിത്രം, പണ്ട് ബംഗാളികൾ പറയുന്നത് എന്താ, ആജ് ജോ ബംഗാൾ സോച്ചത്തെ ഹേ കൽ ഹിന്ദുസ്ഥാൻ സോച്ചത്തെ, ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നതാണ് നാളെ ഇന്ത്യ ചിന്തിക്കുന്നത്. കാരണം ആ ബംഗാളിന് അത് രവീന്ദ്രനാഥ ടാഗോറിലും സുഭാഷ് ചന്ദ്രബോസിലും ബങ്കിം ചന്ദ്ര ചാറ്റർജിയിലും, കാരണം അതൊരു സംസ്കാര സമ്പന്നരുടെ നാടാണ്. BC റായിയെ പോലെ ആരോഗ്യരംഗത്ത്, കാരണം അദ്ദേഹമാണ് ഭാരതത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം അല്ലെ, ഭാരതത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ആ സാംസ്കാരിക തലസ്ഥാനം ഇന്ന് ഈ നിലയിലേക്ക് അധപ്പതിച്ചു പോകുമ്പോ നമുക്ക് എന്താ പറഞ്ഞേ, നമുക്ക് ദുഃഖം തോന്നുന്നു മനസ്സിൽ. കാരണം ഇതല്ല നമ്മൾ കണ്ട ബംഗാള്, ആ ബംഗാളിന്റെ ചരിത്രം ഇതല്ല. ആ ബംഗാളിൽ ഈ ക്രിമിനലുകളും ഗുണ്ടകളും, ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പൊ രാഷ്ട്രീയമല്ല പറയുന്നത്, ഒരുപക്ഷെ 35 കൊല്ലക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ബാക്കി പത്രം അതിപ്പോഴും തുടരുന്നു. അതിന്റെ നിറവും രൂപവും മാറിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് മാറിയേ മതിയാകൂ. ഇത് മാറുന്നതിന് ഇപ്പോ സുപ്രീം കോടതിയുടെ ഇടപെടൽ, അത് അതിശക്തമായിട്ടുള്ള ആ ഇടപെടൽ അതിന് കാരണമാകട്ടെ, അതിനൊരു വഴിയാകട്ടെ, മാർഗമാകട്ടെ എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്പ്യാർ. യെസ് മേനോൻ സാറേ, ഒരു സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നു എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ ഭരണാധികാരിക്ക്, ബോധമുള്ള ഒരു ഭരണാധികാരിക്ക് എത്ര കാലം തുടരാൻ സാധിക്കും? മമതാ ബാനർജിയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് അവിടെ എത്ര നാൾ വേണമെങ്കിലും തുടരാൻ സാധിക്കും. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് സുപ്രീം കോടതി പറഞ്ഞു അവിടെ ജനങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം മുടക്കരുത് എന്ന് പറഞ്ഞ അതേ ദിവസം അവിടെ സമരക്കാരെ അടിച്ചോടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അവരിതിനൊരു പുലിവിലയും കൊടുക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കാനുള്ളത്, ഇപ്പോൾ UP-യിൽ ഇതേ തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നില്ല. അവിടെ യോഗി വന്നതിന് ശേഷം അടുത്ത ഇലക്ഷൻ ജയിക്കണം എന്നല്ല അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹം ആദ്യം ചെയ്തത് അവിടെ വളരെ കർശനമായ നടപടികൾ മുഖം നോക്കാതെ സ്വീകരിച്ച് എല്ലാ ഗുണ്ടകളെയും പിടിച്ച് അകത്താക്കുകയും, ധാരാളം ഗുണ്ടകൾ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ജയിലിൽ വന്ന് കിടന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി.
ആ ഒരു ഈ ലോ ആൻഡ് ഓർഡർ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ ഒരേ പേരിലാണ് അദ്ദേഹത്തിന് രണ്ടാമത് ജയിക്കാൻ പറ്റുന്നത്. അത് കാരണം ഞാൻ പറയുന്നത് ശരിക്കുള്ള ഒരു ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ആർക്കും ജയിക്കാൻ പറ്റും. ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവരെ മാറ്റാതെ നമ്മളിപ്പോൾ എത്ര നിയമം കൊണ്ടുവന്നാലും ശരി അവിടെ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. കാരണം ഈ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് അവിടുത്തെ ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അവിടുത്തെ ഗവൺമെൻറ്റാണ്. ഈ മമതാ ബാനർജി ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. നിർഭയ മരിച്ച 2012 25,000 പേരാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്. 10 വർഷം കഴിഞ്ഞ് 2022 നാഷണൽ ക്രൈംസ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 31,000 പേരാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ അതിനിടയ്ക്ക് വന്നതിൽ 39,000 ആണ്. അതായത് എവരി 15 മിനിറ്റിൽ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ശരിക്കുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലൊക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം ബലാത്സംഗങ്ങളിൽ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആ രീതിയിലുള്ള സംഗതികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വളരെ ക്രൂരമായിട്ടുള്ളതും വളരെ ഹീനമായിട്ടുള്ള ഒരു സംഗതി നടന്നിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിന് ഒന്നും പറ്റിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിർഭയകളും അഭയകളും ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. സന്ദേശകാലികളും ആവർത്തിക്കും. ഇതിനൊക്കെ നമ്മൾ മുഖസാക്ഷികളായിട്ട് ഇരിക്കേണ്ടി വരും. അത് വളരെ ഒരു കഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശ്രീ ഹരിദാസ്, എന്ത് പ്രതീക്ഷിക്കാം? അടുത്ത ദിവസം നിർണായകമാണ്. കറക്റ്റ്. നോക്കൂ, ഇതിൽ നമ്മൾ എന്ത് വേണമെന്ന് അറിയാം. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് രാത്രി കാലത്തായാലും പകലായാലും അവരുടെ കർത്തവ്യ നിർവഹണം അവരെ ഏൽപ്പിച്ചിട്ടുള്ള അവർക്ക് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ നേരിടുന്നുവെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാൻ ഏതെങ്കിലും അധികാരികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പെൺകുട്ടിക്ക് ഇതിൻ്റെ ആ പ്രിൻസിപ്പൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ കേസിൽ കക്ഷി ചേർത്തുകൊണ്ട് ഈ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വന്ദനാദാസിന് ഇത്തരത്തിലൊരു ദുരന്തം നേരിടാനുണ്ടായ സാഹചര്യം എന്താണ്? അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ, മേലുദ്യോഗസ്ഥർക്കെതിരെ, വകുപ്പ് മന്ത്രിക്കെതിരെ വരെ കേസെടുക്കാനുള്ള ഒരു നിയമ സംവിധാനം നമുക്കുണ്ടാകണം. ജനിച്ചു വീഴുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുഞ്ഞിനെ മാറോടടക്കി പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ട ഇവിടുത്തെ വീട്ടമ്മമാരുടെ ഗതികേട് ഒരു ഭാഗത്ത്. ഇത്തരത്തിൽ അവർ മുതിർന്നുകൊണ്ടൊരു ജോലിയൊക്കെ ആയിട്ട് ആ ജോലിക്ക് പോയിട്ട് ആ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് അവർ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ആദ്യം പിടിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളുടെ ഭാരതത്തിൻ്റെ ആർഷ സംസ്കാരം അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തും നമ്മൾ അങ്ങേയറ്റം അഹങ്കരിച്ചിരുന്ന ഇന്ത്യയുടെ നെഞ്ചത്തേക്കൊരു മഴുകൊണ്ട് വെട്ടിറക്കിയതുപോലെ ഈ കൽക്കത്തയിലെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കാരണക്കാരായിട്ട് ഇത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ടവരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഈ നടപടി എടുക്കത്തക്ക തോതിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പഴുതുകൾ ഉണ്ടെങ്കിൽ ആ പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു നീതി നിയമ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അവർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വ ബോധത്തോടു കൂടിയിട്ട് ജോലി ചെയ്യാനും അവരുടെ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരു സുരക്ഷിത ബോധത്തോടു കൂടി വീട്ടിലിരിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്തെ പരമോന്നത നീതിപീഠം തന്നെ നിയമവാഴ്ച തകർന്നെന്നുറക്കെ വിളിച്ച് പറയുമ്പോൾ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തടിതപ്പാൻ ഇനിയും മമതയ്ക്ക് ആവില്ല. മമത ഒന്നുകിൽ രാജിവെക്കുക, അല്ലെങ്കിൽ മമതയെ പിടിച്ച് പുറത്താക്കുക. ജനൻ ഡിബേറ്റിയുടെ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.